ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ. ഇവിടെയുള്ളവരെല്ലാം തങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ ജയശ്രീക്ക് കരച്ചിൽ വന്നു. അവർ ഒന്നും മിണ്ടാതെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാറോട് ചേർത്ത് പിടിച്ചു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. വൈദ്യർ മഠം വരെ പോയി ജയശ്രീയെയും ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് അവർ നാട്ടിൽ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അമ്മാവൻ തീർപ്പ് പോലെ പറയുമ്പോൾ അങ്ങനെ ചെയ്തേക്കാമെന്ന് കുട്ടനും ജയശ്രീയും തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുളിപ്പിക്കുന്നതിനായി കൺമണിയും ജയശ്രീയും കൂടി എടുത്തു വന്നു. പനയോല പായയിൽ കിടത്തി ദേഹത്ത് എണ്ണ തേച്ചു പിടിപ്പിച്ചു. കയ്യും കാലും ഒക്കെ നിവർത്തി തലയൊക്കെ നന്നായി ഒഴിഞ്ഞ് കയ്യിലെയും കാലിലെയും മടക്കുകളിൽ എണ്ണ നന്നായി തേച്ചു പിടിപ്പിക്കണം. രാഗിണി അഗ്നിയെയും ജയശ്രീ സ്വാഹയെയും കുളിപ്പിക്കുന്ന രീതി കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ നന്നായി മെഴുകുന്നതും കുളിപ്പിച്ചു കഴിഞ്ഞ് ചെവിയിലും പുക്കളിലും ഊതി വെള്ളം തെറിപ്പിക്കുന്നത്, പിന്നെ ഉണങ്ങിയ വെള്ള തുണി കൊണ്ട് നന്നായി പൊതിഞ്ഞെടുത്ത് തല പതിയെ തുടയ്ക്കുന്നതൊക്കെ ശ്രദ്ധയോടെ കൂടി കാണിച്ചു കൊടുത്തു. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് മുല കൊടുക്കണം. അപ്പോൾ കുഞ്ഞിന് കണ്ണെഴുതുകയും പൊട്ടുതൊടുകയും ഒക്കെ ആവാം. രാഗിണി ഓരോന്നായി പറഞ്ഞു കൊടുത്തു. അതൊക്കെ കണ്ണൻ തലകുലുക്കി കേൾക്കുന്നുണ്ട്. അഗ്നിയെ ഉണ്ണിയെന്നും സ്വാഹയെ തങ്കയമെന്നുമാണ് വീട്ടിൽ വിളിക്കുന്നത്. അഗ്നി വയർ നിറഞ്ഞുറങ്ങി. എന്നാൽ തങ്കം കണ്ണനെ വലച്ചു. അവൾക്കുറക്കമില്ല. അവൾ ആകെ ബഹളമാണ്. ഉണ്ണിയെ ഉണർത്തുവാനുള്ള എല്ലാ പരിപാടിയും പെണ്ണ് കാണിക്കുന്നുണ്ട്. ഒടുവിൽ അമ്മയുടെയും മകളുടെയും ബഹളത്തിനിടയിലേക്ക് കാശി എത്തി. കാശിയേട്ടാ, എന്നെ ഈ പെണ്ണ് വലയ്ക്കുവാണ്. ഉണ്ണിയെ ഇവളിപ്പോൾ ഉണർത്തും. ആരുടെ വാശിയാണിതിന്? പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധം പറ്റിയതുപോലെ കൺമണി നാവ് കടിച്ചത്. എൻ്റെ തങ്കം, നീ അമ്മയെ വലച്ചോ? ചോദിച്ചുകൊണ്ട് കാശി കുഞ്ഞിനെ മാറോട് ചേർത്തു. കുഞ്ഞിപ്പെണ്ണ് അച്ഛൻ്റെ ചൂടറിഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തി. കാശി പിന്നെ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ഉമ്മറത്തേക്ക് കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ ലക്ഷ്മിയമ്മ അവനടുത്തേക്ക് വന്നു. എന്താ മോനെ, തങ്കത്തിന് ഉറക്കമില്ലേ? ഇല്ലമ്മേ, പെണ്ണ് കാറി വിളിച്ച് ഉണ്ണിയെ കൂടി ഉണർത്തും. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ്റെ കയ്യിലെ ചൂടിൽ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി കിടക്കുന്ന പെണ്ണിനെ ലക്ഷ്മിയമ്മ മടിയിലേക്ക് വാങ്ങി. അച്ഛമ്മയുടെ മുത്തേ, ഉറക്കമില്ലേ? പെണ്ണ് പഠിച്ച കള്ളിയാണ്, അമ്മയെ പോലെ. പറഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ കയറ്റി വെച്ച മുഖവുമായി കൺമണി നിൽക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ കുഞ്ഞുമായി ജയശ്രീയും. കുട്ടനും അമ്മാവനും ഇതെല്ലാം കണ്ട് ചിരിയടക്കാൻ പാടുപെട്ടു. വൈദ്യരുടെ മുന്നിൽ വളരെ ഭക്തിയോടുകൂടി ജയശ്രീ ഇരുന്നു. പറഞ്ഞു കേട്ടതിൽ വെച്ച് അന്നത്തെ ആക്സിഡൻറ്റ് നേരിൽ കണ്ടതുകൊണ്ടുള്ള ഷോക്കാണ്. അത് പതിയെ മാറുകയേ ഉള്ളൂ. സമാനമായ എന്തെങ്കിലും സംഭവങ്ങൾക്ക് സാക്ഷിയായാൽ ചിലപ്പോൾ ഒച്ച തിരികെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കാലതാമസമെടുക്കും. കുട്ടൻ്റെയും ജയശ്രീയുടെയും മുഖം വാടിയപ്പോൾ വൈദ്യർ അവരെ സമാധാനപ്പെടുത്തി. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ജയശ്രീയുടെ ഒച്ച തിരികെ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ്. എന്തായാലും ഞാൻ ചില പൊടിക്കൈയൊക്കെ തരുന്നുണ്ട്. അത് മുടങ്ങാതെ കഴിക്കൂ. കഴിക്കാനുള്ള രീതിയും മോൻ പറഞ്ഞു തരും. വൈദ്യർമഠത്തിൽ നിന്നും മടങ്ങുമ്പോൾ ഇരുവരുടെയും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിച്ചതുപോലെ തോന്നി. വൈദ്യർമഠത്തിൽ നിന്ന് തിരികെ വന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വൈകുന്നേരം തിരികെ നാട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അവർ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സങ്കടമായി. അമ്മാവൻ പിന്നെ ഉടനെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി. ചേനയും ചേമ്പും കാച്ചിലും പച്ചക്കറിയും കായും തേങ്ങയും വാഴക്കുലയും പയറും തക്കാളിയും ഒക്കെ പറിച്ച് സഞ്ചിയിലാക്കി. കുറേയേറെ തേങ്ങകൾ പൊതിച്ചു മാറ്റി. ആട്ടിയ എണ്ണ ഇരുന്നതിനും ഒരു വലിയ കുപ്പിയിൽ ഒഴിച്ചു വെച്ചു. എന്തിനാ അമ്മാവ ഇതൊക്കെ? അവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ടല്ലോ. കുട്ടൻ ശേഖരമ്മാവനെ തടയാൻ നോക്കി. താൻ ഇതൊന്നും വേണ്ടെന്ന് പറയരുത്. ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ്. രാജീവനെ തന്നെയാണ് വിളിച്ച് ഏർപ്പാടാക്കിയത് അവരെ വീട്ടിലേക്ക് വിടാൻ. കാറിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചത് കാശിയായിരുന്നു. കുഞ്ഞുങ്ങളെ എത്ര എടുത്തിട്ടും കൊഞ്ചിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കുട്ടനും ജയശ്രീക്കും. അവിടെ നിന്ന് പോകുമ്പോൾ ഭവാനി അമ്മയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞാണ് ഭവാനി അമ്മയും ജയശ്രീയും കാറിലേക്ക് കയറിയത്. കുട്ടൻ കയറുന്നതിന് മുമ്പ് കാശി ഒരു കെട്ട് നോട്ട് അവൻ്റെ കയ്യിൽ തിരികെ പിടിപ്പിച്ചു. വേണ്ട കാശി, ഇപ്പോൾ തന്നെ നീ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും വേണ്ട. ഞാൻ ചിലവാക്കുന്നതിന് കുട്ടൻ കണക്ക് സൂക്ഷിക്കേണ്ട. എനിക്കിതൊക്കെ തരാൻ വേറെ ആരുമില്ല. കുറേ നാളത്തേക്ക് ജോലിക്കൊന്നും പോണ്ട, റെസ്റ്റ് വേണമെന്നാണ് വൈദ്യർ പറഞ്ഞത്.
ഇത് ചിലവിനുള്ള കാശാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. എന്നെ അന്യനായി കാണരുത്. ഇടയ്ക്ക് ഞാനും കണ്ണനും കൂടി അവിടേക്ക് വരാം മക്കളെയും കൊണ്ട്. പക്ഷേ വരുമ്പോൾ 2-3 ദിവസം നിൽക്കാൻ കണക്കാക്കി വേണം 2 പേരും വരാൻ. ഈടുപിടിയിന്ന് പോരാൻ പറ്റില്ല, ഞങ്ങൾ വീടില്ല. കാർ കണ്ണിൽ നിന്നും അകന്നു മാറുമ്പോൾ കൺമണി വിഷമത്തോടെ കാശിയുടെ കയ്യിൽ കൊരുത്തു പിടിച്ചു. കാശി ഇപ്പോൾ രാജീവൻ്റെ കല്യാണ തിരക്കിലാണ്. ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ കല്യാണത്തിന്. കൺമണിക്കും മക്കൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഡ്രസ്സ് നേരത്തെ എടുത്തു. കുട്ടനും ജയശ്രീയും വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. അതുകൊണ്ട് കൺമണിക്ക് സഹായമായി. തങ്കവും ഉണ്ണിയും പെണ്ണിനെ വലയ്ക്കുന്നുണ്ട് അത്രത്തോളം. വീട്ടിലെപ്പോഴും ഒച്ചയും ബഹളവുമാണ്. രാധയോടും രമേശിനോടും ഇവിടേക്ക് വരാൻ ഒരുപാട് തവണ കാശി അമ്മാവനും കൂടി നിർബന്ധിച്ചു. ബന്ധുക്കളെന്ന് പറയാൻ ഒരുപാട് പേരൊന്നുമില്ലാത്തത് കൊണ്ട് അവർ 2 പേരും ഒറ്റയ്ക്കായി പോകണ്ടെന്ന് കരുതിയാണ് വിളിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ അമ്മയുടെ സാന്നിധ്യമുള്ള ആ വീട്ടിൽ നിന്നും വധുവായി ഒരുങ്ങി ഇറങ്ങണമെന്നാണ് രാധയുടെ തീരുമാനം. അതിനെ എതിർക്കേണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ കുട്ടനും കാശിയും അമ്മയും രാഗിണിയും അമ്മാവനും എല്ലാവരും കൂടി ഇന്ന് രാധയുടെ വീട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അവിടുന്ന് തന്നെ പെണ്ണിനോടൊപ്പം കല്യാണ മണ്ഡപത്തിലേക്ക് തിരിക്കാമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. നീ വേഗം റെഡിയായി വാ, അതുവരെ ഞാൻ മക്കളെ നോക്കിക്കൊള്ളാം. കാശി പറഞ്ഞപ്പോൾ കൺമണി വേഗം ഉറങ്ങിക്കിടക്കുന്ന മക്കളെ നോക്കി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങി വന്ന കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കട്ടിലിൽ ഇരുന്ന് അവളെ നോക്കുന്ന കാശിയെ കാണുന്നത്. ചെക്കൻ്റെ മുഖത്തെ കള്ള ചിരിയൊക്കെ കാണുമ്പോൾ പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടങ്ങും. പിന്നിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. 2 പേരുടെയും പ്രതിബിംബം കണ്ണാടിയിൽ കൂടി നോക്കി കണ്ടു. പ്രസവശേഷം കൺമണി തടിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവൾ കുറച്ച് ഒതുക്കമായിട്ടുണ്ട്. കവിളും ചുണ്ടും ചുവന്ന തക്കാളിപ്പഴം പോലെ. അല്ലെങ്കിൽ പെണ്ണ് വെളുപ്പാണ്. ഇപ്പോൾ പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ അല്പം കൂടി നിറം വെച്ചിട്ടുണ്ട്. അവളുടെ തോളിൽ താടി ഊന്നി നിന്ന് ഇടുപ്പിലൂടെ വട്ടം പിടിച്ചുകൊണ്ട് കാശി കവിളിൽ അമർത്തി ചുംബിച്ചു. വിട് കാശിയേട്ടാ, മക്കൾ ഉണർന്നാൽ പിന്നെ പോക്ക് നടക്കില്ല. എല്ലാത്തിനും ഞാനും കൂടി സഹായിച്ചാൽ പോരെ. രാധയുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ എൻ്റെ പെണ്ണിനെ സ്വൈര്യമായി കയ്യിൽ കിട്ടൂ. അതുകൊണ്ടിപ്പോൾ എന്നെ സ്നേഹിക്ക്. അതിനുശേഷം മതി പാക്കിങ്ങും പോക്കുമൊക്കെ. അവളെയും കൊണ്ടവൻ ബെഡിലേക്ക് മറിഞ്ഞു. ബാഗുകളെല്ലാം എടുത്ത് കാറിലേക്ക് വെച്ചു. എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ കാർ വേഗം മുന്നോട്ട് പാഞ്ഞു. അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട 1-2 വല്യമ്മമാർ അല്ലാതെ പറയത്തക്ക ബന്ധുക്കളൊന്നും രാധയുടെ വീട്ടിലുണ്ടായിരുന്നില്ല. കല്യാണ വീടായതുകൊണ്ട് കുറച്ച് മൂട് പിടിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. അയൽപക്കത്തുള്ള 2-3 വീടുകളിലെ ആൾക്കാർ നല്ല സഹകരണമുള്ളതുകൊണ്ട് ആ വീട്ടിൽ ആളനക്കമുണ്ട്. മുറ്റത്തൊരു വണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമ്മർ തരുന്ന വല്യമ്മ അകത്തേക്ക് നീട്ടി വിളിച്ചു. വിളിച്ചു തീരുമ്പോൾ തന്നെ രാധ ഉമ്മറത്തേക്കെത്തി. കാരണം വണ്ടിയുടെ ശബ്ദം അവളും കേട്ടിട്ടുണ്ടായിരുന്നു. കാശിയുടെ കാറാണെന്ന് കണ്ടതും അവൾ ഓടി പുറത്തേക്ക് വന്നു. കാശി ഡോർ തുറന്നിറങ്ങി. തൊട്ട് പിന്നാലെ രാഗിണി കുഞ്ഞുമായി ഇറങ്ങി. അതിന് പിന്നാലെ കൺമണിയും ശേഖരനും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാധ ഓടി വന്ന് കാശിയെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിന്നു. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. കാശിക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അയ്യേ, വലിയ വീരശൂര പരാക്രമിയായ രാധ കരയുന്നു. ഇങ്ങോട്ട് വാ പെണ്ണെ. അവളെയും പിടിച്ചുകൊണ്ട് കാശി അകത്തേക്ക് കയറി. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ടൊന്നായി തീർന്നവർ. പുറത്തെന്തോ ആവശ്യമായി പോയി വന്ന രമേശനും അവരെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ആരുമില്ലെങ്കിലും ആരെല്ലാമോ ആയി ചേർന്ന ഒരുപാട് സ്നേഹങ്ങൾ. ഇപ്പോൾ ആ വീട്ടിൽ ഒരു ഓളമൊക്കെയായി. പെട്ടെന്ന് തന്നെ മുറിയിൽ 2 തൊട്ടിലുകൾ ഉയർന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിലും അതിനു മേലെയായി രാധയുടെ താരാട്ടുപാട്ടും. അവരെ അറിയുന്ന അയൽവക്കക്കാർക്ക് അവരുടെ ആ സ്നേഹം കണ്ടപ്പോൾ തന്നെ സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. ഫുഡുണ്ടാക്കുന്നതിനും മറ്റും പുറത്തേക്ക് ചായച്ച് കെട്ടിയ പന്തലിൽ അയൽക്കാർ തന്നെയാണ് പാചകം ഏറ്റെടുത്തത്. കാശിയൊക്കെ വന്ന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുട്ടനും ജയശ്രീയും ഭവാനിയും എത്തി. രാധയുടെ സാരിയും അവൾക്ക് വാങ്ങിയ ആഭരണങ്ങളും ഒക്കെ നോക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അമ്മ കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിരുന്നടി, അതാണിപ്പോൾ സ്വർണം എടുത്തത്. ഈ വീടും പറമ്പും ചേട്ടന് കൊടുക്കാം. കാരണം ഞാൻ ഇവിടെ നിന്ന് കെട്ടിക്കയറി പോയാലും എൻ്റെ ചേട്ടന് കയറി കിടക്കാനൊരിടം വേണ്ടേ. കാശിയും രമേശനും പുറത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് കൺമണി രാധയുടെ സ്വർണം കാശി കാണിക്കാനായി എടുത്തുകൊണ്ട് വന്നത്. കാശിയേട്ടാ നോക്കിയേ, രാധയ്ക്ക് വാങ്ങിയ സ്വർണ്ണമെല്ലാം കൊള്ളാമോ? കാശി രമേശനെ നോക്കിയപ്പോഴേക്കും രമേശൻ മുഖം കുനിച്ചു കളഞ്ഞു. ഞാൻ തന്നോട് പറഞ്ഞതല്ലേ രമേശ, രാധയ്ക്ക് വേണ്ട ആഭരണങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരുമെന്ന്. അമ്മ ബാങ്കിൽ ഇട്ടിരിക്കുന്ന ആ പൈസ തനിക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇനി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? കാശി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അതൊന്നും സാരമില്ല കാശി, ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ചെയ്തു. ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാ?
ഞങ്ങളെ എല്ലാവരെയും നീ അന്യരായിട്ടാണോ രമേശ കാണുന്നത്? അമ്മാവൻ്റെ ആ ചോദ്യം കൂടി ആയപ്പോൾ രമേശന് എന്ത് മറുപടി പറയണമെന്നറിയാൻ വയ്യാതെ നിന്നു. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല അമ്മാവ. ഇപ്പോൾ തന്നെ കാശി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും എങ്ങനെയാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണ്. ഞങ്ങൾക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല കുഞ്ഞേ. എൻ്റെ കണ്ണനെ പോലെ ഞാൻ രാധയെയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടാകുന്നത്? എല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മയുടെ കയ്യിലേക്ക് കൺമണി അകത്തു നിന്നും ഒരു ബോക്സ് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ കണ്ണൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് രാധയെ അടുത്തേക്ക് വിളിച്ചു. രാധ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നതും അവർ കയ്യിലിരുന്ന ആഭരണപ്പെട്ടി തുറന്ന് അതിൽ നിന്ന് ഓരോ ഓർണമെൻറ്റ്സായി എടുത്ത് അവൾക്ക് അണിഞ്ഞു കൊടുത്തു. ഇതെല്ലാം മോൾക്ക് വേണ്ടി നിൻ്റെ ആങ്ങള വാങ്ങിയതാണ്. ഇതൊന്നും വേണ്ടെന്ന് നീ പറയരുത്. ഏട്ടൻ വാങ്ങിത്തന്നത് വേണ്ടെന്ന് വെക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അത്യാവശ്യമുള്ള 1 or 2 എടുത്തിട്ട് ബാക്കി രമേശൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്. നാളെ ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയുടെ സമ്മാനമായി എന്തെങ്കിലും കൊടുക്കാമല്ലോ. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും അത് ആവശ്യമായി വരും. രാജീവൻ എന്തായാലും ഈ സ്വർണത്തിൻ്റെയും മണത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. അത്യാവശ്യ സൗകര്യങ്ങൾ അവനുണ്ട്. അതുകൊണ്ട് മോളോട് ഒന്നിനും കണക്ക് ചോദിക്കില്ല. അമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രാധ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഏങ്ങി കരഞ്ഞു. എൻ്റെ അമ്മയില്ലെന്നുള്ള സങ്കടം ഇപ്പോൾ മാറി എനിക്ക്. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ലക്ഷ്മിയമ്മയെ അള്ളിപ്പിടിച്ച് രാധ അവളുടെ സങ്കടം പറഞ്ഞു. കരച്ചിലും ബഹളവും ഒക്കെ മതിയാക്കി ഇതെല്ലാം അഴിച്ച് അകത്തേക്ക് കൊണ്ടുവയ്ക്ക് പെണ്ണെ. കാശി അവളുടെ തലയിൽ കൊട്ടിവിട്ടു. തലേ ദിവസം അയൽക്കാരും നാട്ടുകാരും കുറച്ച് ബന്ധുക്കളും ചേർന്ന് അത്യാവശ്യത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പാചകത്തിനും മറ്റും ആൾക്കാരെ ഏർപ്പാടാക്കി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തത് കാശി രമേശിനും കൂടിയാണ്. തലേ ദിവസം കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്നത് കൊണ്ട് രാധയെ കൺമണി അത്യാവശ്യം നന്നായി തന്നെ ഒരുക്കി നിർത്തി. ഇതിനിടയിൽ കാശിയും കൺമണിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് രാജീവൻ്റെ വീട്ടിലേക്കും പോയിരുന്നു. അവിടെ അമ്മ ഇരുവരെയും തിരക്കുന്നുണ്ടായിരുന്നു. രാജീവിൻ്റെ വീട്ടിൽ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ കൺമണിയെ കണ്ടപ്പോൾ രാജീവിൻ്റെയും വീട്ടുകാരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. രാവിലെ എത്താത്തതിൻ്റെ പരിഭവം പറച്ചിൽ മുഴുവനും രാജീവൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ രാധയുടെ വീട്ടിൽ പോയിരുന്നതാണെന്നും അവിടെയാണ് ഒരാഴ്ച എന്നൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയുടെ പിണക്കമൊക്കെ മാറി. കാരണം അവരെ സഹായിക്കാൻ അവിടെ ആരുമില്ലെന്ന് രാജീവനും അമ്മയ്ക്കും ഒക്കെ നന്നായി അറിയാം. പോക്കറ്റിൽ നിന്ന് കാശി ഒരു ബോക്സ് എടുത്ത് കൺമണിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ അത് വാങ്ങി തുറന്നു. അതിൽ നിന്നൊരു ബ്രേസ്ലെറ്റ് എടുത്ത് രാജീവൻ്റെ കയ്യിൽ അണിയിച്ചു. ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന ചെയിൻ എടുത്ത് കാശി അവൻ്റെ കഴുത്തിലും ഇട്ടുകൊടുത്തു. ഇത് ഞങ്ങളുടെ വിവാഹ സമ്മാനമാണ്. ഇരുവരും തൻ്റെ തോളോട് ചേർത്ത് രാജീവൻ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് മാറി നിന്ന രാജീവിൻ്റെ പെങ്ങളെ കാശി അടുത്തേക്ക് വിളിച്ചു. നിന്റെ വിവാഹം വരുമ്പോൾ ഏട്ട ഇതിനേക്കാൾ അപ്പുറം ചെയ്യും. അവരുടെ സന്തോഷം കണ്ടു നിൽക്കെ അമ്മയുടെയും കണ്ണു നിറഞ്ഞു. എന്നാൽ ബന്ധുക്കളെല്ലാവരും കൺമണിയെയും കാശിയെയും അസൂയയോടുകൂടിയാണ് നോക്കിയത്. രാത്രി ഏറെ വൈകിയാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരികെ രാധയുടെ വീട്ടിലേക്ക് തിരിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. വെളുപ്പിന് എഴുന്നേൽക്കാനുള്ളതാണ്. ഏകദേശം 3 മണിയോടുകൂടി തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിക്കാനും മറ്റും ആരംഭിച്ചു. ഭവാനിയമ്മയും ജയശ്രീയും രാവിലെ ചേർന്ന് ചായയാക്കി. കുളി കഴിഞ്ഞ് വന്ന ഓരോരുത്തർക്കും ചായ കുടിച്ചുകൊണ്ട് തന്നെ ഓരോ ഇടത്തായിരുന്നു. ഏകദേശം 5 മണി കഴിഞ്ഞപ്പോഴേക്കും രാധയെ ഒരുക്കുന്നതിന് വേണ്ടി ബ്യൂട്ടീഷ്യൻ എത്തി. കൂടെ തന്നെ കൺമണിയും അകത്തേക്ക് കയറി. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണർന്ന് കരഞ്ഞപ്പോൾ കൺമണി തിരികെ വന്ന് കുഞ്ഞുങ്ങളെ 2 പേർക്കും പാല് കൊടുത്ത് അവരെ വീണ്ടും ഉറക്കി. കൺമണി റെഡിയായി വന്നപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. ഇതിനിടയിൽ രാഗിനിയും ജയശ്രീയും കൂടിയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചൊരുക്കിയത്. പുറത്തുനിന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് അത് കഴിച്ചു. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് രമേശനും കാശിക്കും ഒരേ സമയം ദക്ഷിണ കൊടുത്ത് ലക്ഷ്മി അമ്മയുടെയും അമ്മാവൻ്റെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ഭവാനിയമ്മയുടെയും കുട്ടൻ്റെയും ജയശ്രീയുടെയും അനുഗ്രഹവും വാങ്ങി രാധ. രമേശൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും രാധയുടെ ചുണ്ട് വിതുമ്മി. രമേശനും അവളെ നോക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചൊക്കെ വിങ്ങുന്നു. അമ്മ കഴിഞ്ഞാൽ ആകെയുള്ള രക്തബന്ധം. വിവാഹം കഴിഞ്ഞ് പോവുകയാണ്. സന്തോഷത്തോടെ അവളെ യാത്രയാക്കേണ്ടതാണ്. പക്ഷേ അവളും കൂടി പോയിക്കഴിഞ്ഞാൽ താൻ ഈ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു പോകും. എത്ര തടഞ്ഞു വെച്ചിട്ടും 2 തുള്ളി കണ്ണുനീർ കവിളിനെ നനയിച്ച് താഴേക്കൊഴുകി. അതുകൂടി കണ്ടപ്പോൾ രാധയുടെ സകല നിയന്ത്രണവും വിട്ടവൾ രമേശനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കണ്ടു നിന്നവർക്കെല്ലാം സങ്കടം തന്നെയായിരുന്നു. കൺമണി നിർബന്ധിച്ച് രാധയെ രമേശനിൽ നിന്ന് അടർത്തി മാറ്റി. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇങ്ങനെ കരയല്ലേ രാധേ. കരഞ്ഞുകൊണ്ടാണോ നീ ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടത്? സന്തോഷത്തോടുകൂടി ഇവിടുന്ന് യാത്രയാകണം. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. രമേശൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ഇല്ലേ? ഒരുപാട് സമാധാനപ്പെടുത്തിയാണ് അവളെ കൺമണി കാറിലേക്ക് കയറ്റിയത്. തുടരും.